അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഓരോ ദിവസവും കഴിയുന്തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജീവിച്ചു പോകുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും പല ന്യൂസുകളും നമ്മൾ കേട്ടു. പെൻഷൻ മുടങ്ങിയത് കാരണം പല കുടുംബങ്ങളും പട്ടിണി കിടന്ന അവസ്ഥ, തൊഴിലില്ലായ്മ, നമ്മുടെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നൊരവസ്ഥ. 10-20 തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ ക്ഷണിച്ചാൽ ആ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ ആയിരക്കണക്കിന് വരുന്ന യുവാക്കളാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ ഒരു അധോഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വിലവർധനവ്. ആവശ്യ സാധനങ്ങളുടെ വില ഓരോ ദിവസം കൂടുന്തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കുറയുന്ന വാർത്ത നമ്മൾ കാണുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും 1-2 രൂപ കുറച്ചാൽ തന്നെ അതിൻ്റെ 4 ഇരട്ടി 3-4 ദിവസം കഴിയുമ്പോഴേക്ക് കൂടുന്നു. ഈ രൂപത്തിൽ ആവശ്യ സാധനങ്ങളുടെ വിലവർധനവ് കേരളത്തിലെ സാധാരണ ജനങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇനി മെഡിക്കൽ കോളേജുകളിലേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിരന്തരം ചികിത്സാ പിഴവുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മാത്രം ഒരുപാട് ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ഇത്തരം ന്യൂസുകൾ കാണുമ്പോൾ ചിന്തിക്കുന്നത് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുന്നവരൊക്കെ മദ്യലഹരിയിലാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്ന് പോലും നമ്മൾ സംശയിച്ചിരിക്കുന്നു. കാരണം ആ രൂപത്തിലേക്കാണ് ചികിത്സകളുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റെവിടെയുമല്ല, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് യുവാക്കളുടെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു നാടിനെ പുഷ്ടിപ്പെടുത്തി നിർത്തുന്നത് ആ നാട്ടിലെ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. ആ നാടിൻ്റെ വലിയ സമ്പത്താണ് ചെറുപ്പക്കാർ. ആ നാടിനെ പിടിച്ചു നിർത്താൻ കഴിയുള്ളവരാണ് ഊർജ്ജസ്വലരായ നമ്മുടെ സ്നേഹനിധികളായ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പഠനം കഴിയുമ്പോഴേക്ക് നാട് വിട്ട് ഓടുന്ന രംഗം. ഈ അടുത്ത് ഞാനൊരു വിദ്യാർത്ഥിയെ കണ്ടു, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി. സംസാരിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താണ് ഭാവിയിൽ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത്, ഉസ്താദേ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇവിടെ നിന്നാൽ എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഭരിക്കുന്നവർ രക്ഷപ്പെടുന്നുണ്ട്, പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട് വിട്ട് പോകണം. ആ നാട് വിട്ട് പോയിട്ട് എവിടെയാണോ എനിക്ക് എൻ്റെ ജോലിക്കനുസരിച്ചുള്ള സാലറിയും എനിക്ക് രക്ഷപ്പെടാൻ ഏത് നാടിലാണോ മെച്ചം അങ്ങോട്ടേക്കാണ് ഞാൻ പോകുക. അത് ഇനി വിദേശ രാജ്യമെന്ന് പറയുമ്പോൾ ഗൾഫാണ്, UAE ആണോ, ഖത്തറാണോ, സൗദിയാണോ, അങ്ങനെയല്ല. ഇനി യൂറോപ്പ് രാജ്യങ്ങൾ, അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, കാനഡ, സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെ ഏത് രാജ്യമാണോ എനിക്ക് സേഫായിട്ട് എൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി പോകാൻ കഴിയുന്ന, മികച്ച സാലറിയും മികച്ച ജോലിയും കിട്ടുന്നത് എവിടെയാണോ അങ്ങോട്ടേക്ക് ഞാൻ പോകും. പഠനം കഴിഞ്ഞാൽ ഞാൻ പറക്കും. ഈ രീതിയിൽ ഇതിപ്പോൾ ഈ പറയുന്ന 20 വയസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് വരെ കാര്യങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ നിന്നാൽ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ രീതിയിൽ നമ്മുടെ കേരളം ഓരോ ദിവസവും കഴിയും തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ നമ്മുടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി നാണം കെട്ട തോൽവി തോറ്റു. ആ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നേതാക്കന്മാരോട് പത്രക്കാർ ചോദിച്ചു, ഇത് ഒരു ഭരണവിരുദ്ധ വികാരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നേതാക്കന്മാർ അതിനെയും ന്യായീകരിക്കുന്നു. കഷ്ടകാലമല്ലാതെ എന്തെന്ന് പറയാൻ, വേറെന്താ നമ്മൾ പറയാം? അല്ല, ഇത് ഭരണവിരുദ്ധ വികാരമൊന്നുമല്ല, വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് എന്ന്. അതിന് തന്നെയല്ലേ സുഹൃത്തെ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്? നിങ്ങൾക്കിനി വോട്ട് തരാൻ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് തന്നെ താല്പര്യമില്ല.
അപ്പോൾ അതിന് കഴിയുന്നവരോടൊക്കെ വോട്ട് ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞയക്കുന്നു. ഇത് തന്നെയാണ് മറ്റു വിധത്തിൽ നോക്കിയാൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. നിങ്ങളെ ഭരണം ഏൽപ്പിക്കാൻ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് തന്നെ താല്പര്യമില്ല. അവിടം വരെ കാര്യങ്ങൾ എത്തി. എന്നിട്ട് അതിനെയും ന്യായീകരിക്കുന്നു. കഷ്ടകാലമല്ല എന്ന് പറയാൻ. ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോയപ്പോഴും ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജാവും പരിവാരങ്ങളും കേരളമൊട്ടാകെ ഒരു യാത്ര നടത്തി. ഒരു ടൂർ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാരം എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരുടെ ക്ഷേമാശ്ചര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി രാജാവും പരിവാരങ്ങളും കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി. എന്നിട്ട് എന്ത് കിട്ടി ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക്? അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, അങ്ങനൊരു യാത്ര കൊണ്ട് കേരളത്തിന് നമുക്ക് നല്ലൊരു ബസ് കിട്ടിയില്ലേ എന്നാണ് മറുപടി. നമുക്ക് ആ യാത്രക്ക് വേണ്ടി നിർമ്മിച്ച ബസ് അത് കിട്ടിയില്ലേ, അതൊരു വലിയ സംഭവമല്ലേ എന്നാണ് പറയുന്നത്. ആ യാത്ര കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്? ആ ഉദ്ദേശിച്ച കാര്യം വല്ലതും നടന്നോ? ഏതെങ്കിലും സാധാരണക്കാരൻ്റെ നാറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയോ? അത് ചോദിച്ചപ്പോൾ പറയുന്നത് കേരളത്തിന് നല്ലൊരു ബസ് കിട്ടിയില്ലേ എന്നാണ്. സങ്കടകരം തന്നെയാണ് നിങ്ങളുടെ കാര്യം. വല്ലാത്തൊരു കോമഡി തന്നെയാണ് ആ കാര്യം കേട്ട സമയത്ത് നമുക്ക് തോന്നിയത്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല സുഹൃത്തുക്കളെ. അധികാരം ഒരിക്കലും ഒരു അലങ്കാരമല്ല, മറിച്ച് അതൊരു ഉത്തരവാദിത്വമാണ് എന്നൊരു ബോധം അധികാരത്തിലിരിക്കുന്നവർക്ക് വേണം. സ്വന്തം കുടുംബത്തിൻ്റെ ഭദ്രത മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഒരു വർഗം, രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒന്നും തന്നെ അറിയേണ്ടതില്ല എന്ന രൂപത്തിൽ ഭരണത്തിലിരിക്കുന്നവർ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ വരെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് പറഞ്ഞു ഈ ഭരണത്തിൻ്റെ മികവിനെപ്പറ്റി താല്പര്യമില്ല, പാർട്ടിക്കാർക്ക് വരെ താല്പര്യമില്ല, ഇറങ്ങിപ്പോകാൻ അവർ പറയുന്നു. അപ്പോൾ ഈ ഒരു ഭരണത്തിൻ്റെ അവസ്ഥ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മനസ്സിലായതിനേക്കാൾ ഉപരി അവർക്കും മനസ്സിലായി, സ്വന്തം പാർട്ടിക്കാർക്ക് വരെ സഹിക്കാൻ പറ്റാത്തിടം വരെ ഈ ഭരണം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്ന സുഹൃത്തുക്കളെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ രീതിയിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ വരുന്ന ഇലക്ഷനോടുകൂടെ ഈ പാർട്ടി ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് തന്നെ നാമാവശേഷമായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. ഒരു കണക്കിന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്, മലയാളികൾ തന്നെയാണ്. കാരണം കുറച്ച് അരിയും ചെറുപയറും പഞ്ചസാരയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒരു ചെറിയ കിറ്റിലാക്കി നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നപ്പോൾ പ്രബുദ്ധരായ മലയാളികൾ ആ കിറ്റിൽ വീണു. അവർ വീണ്ടും പോയി കുത്തിക്കൊടുത്തു. തുടർ ഭരണത്തിലേക്ക് ഈ മഹാരാജാവിനെ തന്നെ എഴുന്നള്ളിച്ചു. നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതാണ്, അതതിൻ്റെ മറ്റൊരു വശം. പക്ഷേ അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനും കഷ്ടപ്പെടുത്തുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ നിർത്തുകയാണ്. അവസാനമായിട്ട് പറയാനുള്ളത് മഹാരാജാവിനോട്, കഴിയുമെങ്കിൽ കിരീടവും ചെങ്കോലും ഒന്ന് ഇറക്കി വെച്ചിട്ട് ആ സിംഹാസനത്തിൽ നിന്നൊന്ന് ഇറങ്ങിത്തന്നാൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിരിക്കും. നിങ്ങൾ ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ എല്ലാ നല്ല കാര്യങ്ങളിലും വെച്ച് ഏറ്റവും നല്ല കാര്യം ഒരുപക്ഷെ അതായിരിക്കും. കഴിയുമെങ്കിൽ ഒന്ന് ഇറങ്ങിത്തരുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.